കെ ശൈലജ ടീച്ചർ കൂടി നമ്മളോടൊപ്പമുണ്ട്. ശൈലജ ടീച്ചർ, ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ണൂരിലാണ് ഇത്. വ്യക്തിപരമായി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രതിഷേധം പോകുന്ന നിലയിൽ തന്നെയാണോ കാര്യങ്ങളെ കാണുന്നത്? വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാനിപ്പം രാവിലെ മന്ത്രി വീണ ജോർജിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നമ്മുടെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ മറ്റു പരിപാടിക്കായിട്ട് പോയത്. ഞാൻ എൻ്റെ വേറെ പരിപാടിക്കായിട്ട് ഞാൻ മറ്റൊരു ഭാഗത്തേക്കും പോയതാണ്. അപ്പോ ഇത് പോകുന്ന അവിടെയും ഒരു ചെറിയ വരുന്ന വഴിക്കൊരു കരിപൊടി പ്രകടനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത്രയധികം ആളൊന്നൊരു 3-4 പേരായിരുന്നു എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. തിരിച്ചു പോകുമ്പോഴാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഉണ്ടായത് എന്നുള്ളതാണ് അറിയുന്നത്. വളരെ വളരെ പ്രതിഷേധാർഹമാണ്. കാരണം മന്ത്രിമാരെയൊക്കെ കരിപൊടി കാണിക്കുക എന്നുള്ളതൊക്കെ പ്രതീകാത്മകമായി ദൂരെ നോക്കി ചെയ്യാറുണ്ട് സാധാരണ. പക്ഷെ ഇത് അങ്ങനെയല്ല. വ്യക്തിപരമായിട്ട് ശാരീരികമായിട്ട് ആക്രമിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിന് തന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമാണിത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തുകയാണ്. ശൈലജ ടീച്ചർ, അല്പസമയം മുൻപ് AN ഷംസീർ സ്പീക്കർ ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ സംഭവത്തിന് സാക്ഷിയാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസും UDF-ന്റെയും ഒക്കെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ, ഒരു പക്വതയുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അതിലൊരു ചെരിമയുണ്ടെങ്കിൽ അവർ വീണ ജോർജിനെ ആശുപത്രിയിൽ നേരിട്ട് കണ്ട് മാപ്പ് പറയണം എന്ന നിലയിൽ കാര്യങ്ങൾ പറയുന്നു. അത്തരമൊരു നിലപാട് തന്നെ ആയിരിക്കുമോ CPIM സ്വീകരിക്കുക? തീർച്ചയായിട്ടും. അതായത് ഇതൊക്കെ ഒരു ജനാധിപത്യ മര്യാദയാണ്. നമ്മൾ ആശയപരമായിട്ട് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് പരസ്പരം പ്രകടിപ്പിക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ അത്തരത്തിലുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിനല്ലല്ലോ മുതിരുന്നത്. അസംബ്ലിയിൽ അവര് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും നിൽക്കാതെ നേരം വെളുക്കുമ്പോൾ വന്ന ഉടനെ തന്നെ വേലിലിറങ്ങി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത്. പുറത്തും ഇപ്പൊ അതുപോലെ തന്നെയാണ്. ആശയപരമായിട്ട് അവരുടെ ആശയം അവർക്ക് പ്രചരിപ്പിക്കാം. പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ ചെയ്യുന്നത്. കയ്യേറ്റം ചെയ്യുക എന്നുള്ളിടത്തേക്ക് വരുന്നത് ഈ ജനാധിപത്യത്തിന് തന്നെ ഏൽക്കുന്ന വലിയൊരു ആപത്താണ് എന്നുള്ളത് നമ്മൾ കാണണം. ശക്തമായ പ്രതിഷേധമുണ്ട്. അവരുടെ നേതാക്കൾ സ്വാഭാവികമായിട്ടും ഇതില് പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ മാപ്പ് രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ശരി ശൈലജ ടീച്ചർ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി.